ഇപ്പോൾ നമ്മളുള്ളത് ജെ.എൻ.യുവിലെ വിവിധങ്ങളായ ഡാബകളുണ്ട്. അതിൽ ഗംഗാ ഡാബയിലാണുള്ളത്. ഇവിടെ വൈകിട്ട് ഈവനിങ് സമയങ്ങളിലൊക്കെ ഒരുമിച്ച് സംസാരിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഒക്കെ റിസർച്ച് സ്കോളേഴ്സും സ്റ്റുഡൻസും ഒക്കെയാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉള്ള വിദ്യാർത്ഥികളാണ്. കേരളീയറ്റ്സ് തന്നെയാണ്. നമുക്ക് അവരുമായിട്ടൊന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എൻ്റെ പേര് ഷഹസാദ് ഇബ്രാഹിം എന്നാണ്. ഞാൻ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ചെയ്യാണ്. അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ജെഇ മെയിൻ വഴി ആണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതിൽ 2 കോഴ്സ് ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗും ഉണ്ട്. അപ്പോൾ ഇതൊരു 5 വർഷത്തെ ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. 4 വർഷം പ്ലസ് 1 ഇയർ എംടെക് പ്ലസ് ബിടെക് പ്ലസ് എംടെക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ബിടെക് കഴിഞ്ഞിട്ട് MS എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എംടെക് എടുക്കാം. എംടെക്കിൽ ഈസി ആണെങ്കിൽ മൂന്ന് സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം, RF ആൻഡ് മൈക്രോവേവ്, പിന്നെ VLSI എടുക്കാം. കമ്പ്യൂട്ടർ സയൻസിലും അതുപോലെ എംടെക് അവർക്ക് അതേ എടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ജെഇ മെയിൻ വഴിയാണ്. അപ്പോൾ ജെഇ മെയിനിൽ നല്ലൊരു മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ JNUവിൽ എഞ്ചിനീയറിംഗിന് കയറാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ഫാക്കൽറ്റീസ് ആണ്. നല്ല ഫെസിലിറ്റീസ് ഒന്നും കുഴപ്പമില്ലാത്തൊരു ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ MS സ്പെഷ്യലൈസേഷൻ വരുന്നത് കൊറിയൻ എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാം, എക്കണോമിക്സ് എടുക്കാം, പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് എടുക്കാം. അപ്പോൾ ഇതിലൊക്കെ MS സ്പെഷ്യലൈസേഷൻ എംടെക് വേണ്ടാന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ചേഞ്ച് ചെയ്ത് അതും 5 വർഷം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഫൈസൽ ഇബ്രാഹിം, ഇവിടെ JNUവിൽ MA മെഡീവൽ ഹിസ്റ്ററി ചെയ്യുന്നു. ഞാൻ 2021 ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്നാണ് ഇവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ്. ബെസ്റ്റ് തന്നെ പറയാം, വൺ ഓഫ് ദി ബെസ്റ്റിനേക്കാളും ബെസ്റ്റ് തന്നെ പറയാം. ഇവിടെ 3 സ്ട്രീമാണുള്ളത് ഹിസ്റ്ററിക്ക്: ഏൻഷ്യൻ്റ്, മെഡീവൽ, മോഡേൺ. നിലവിൽ CUET വഴിയാണ് അഡ്മിഷൻ. ഞങ്ങൾ 2021 അഡ്മിഷൻ എടുത്തത്. അപ്പോൾ JNUവിൻ്റെ എൻട്രൻസ് ടെസ്റ്റ് ആയിരുന്നു. സാധാരണ CBT ബേസ്ഡ് എക്സാമാണ് ഉണ്ടാവുക. പക്ഷേ അടുത്ത വർഷം മുതൽ റിട്ടൺ എക്സാം പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ സ്റ്റിൽ CUET തന്നെ ആയിരിക്കും പിന്തുടരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നത്. പിന്നെ ഇവിടെ ഉള്ളൊരു റിസർച്ച് ഓറിയൻറ്റഡ് യൂണിവേഴ്സിറ്റിയാണ്. മറ്റ് യൂണിവേഴ്സിറ്റിയേക്കാൾ നെറ്റ്, JRF അങ്ങനെയുള്ള പഠനങ്ങളെക്കാൾ ഉപരി റിസർച്ചിന് വേണ്ടിയിട്ടുള്ളൊരു ഓറിയൻറ്റേഷനാണ് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ള വർക്കുകൾ, അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. പിന്നെ JNU ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശ യൂണിവേഴ്സിറ്റികൾ അഥവാ എക്സലൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, ചിക്കാഗോ, നോർത്ത് വെസ്റ്റേൺ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് പോലുള്ള യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കുന്നത്, ഹയർ എഡ്യൂക്കേഷൻ നടത്തുന്നത് എന്ന ഒരു റെക്കോർഡുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് CHS, സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്.